ഹായ് എവ്രി വൺ. സോ ഇന്നൊരു സാറ്റർഡേ ആണ്. നമുക്ക് മലയാളി അസോസിയേഷൻ്റെ ഒരു പിക്നിക് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് പോകാനായിട്ട് റെഡിയായി. പക്ഷേ പോകുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ആദ്യത്തത് നമുക്ക് കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് സ്റ്റേപ്പിൾസിലേക്കാണ്. കാരണം മിക്കപ്പോഴും നമ്മൾ പ്രിൻ്റ് ഔട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്തു, സ്റ്റേപ്പിൾ ചെയ്തു, അങ്ങനെ അതെല്ലാം ഓർഗനൈസ് ചെയ്ത് നേരെ നമ്മൾ ചെന്നത് നമ്മുടെ ബാങ്കിലേക്കാണ്. കാരണം കുറച്ച് പേഴ്സണൽ ബാങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വെറുതെ എടുത്തൊരു വീഡിയോ ആണ്, ജസ്റ്റ് എൻ്റെ ഡ്രസ്സ് കാണിക്കാനായിട്ട്. കാരണം ഇതെനിക്ക് എൻ്റെ മുത്തമ്മ വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ്. എനിക്ക് ആ കൂടെ 2 ജംപ് സൂട്ടേ ഉള്ളൂ. ആ 2 ജംപ് സൂട്ട് എൻ്റെ മുത്തമ്മയാണ് എനിക്ക് വാങ്ങിച്ചു തന്നത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടത് നമ്മുടെ മലയാളി അസോസിയേഷൻ പിക്നിക് നടക്കുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തട്ടുകടയിൽ നിന്നൊക്കെ ഇങ്ങനെ എഴുതി അടിച്ച ബോർഡൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിക്കും. പിന്നെ അവിടുത്തെ എല്ലാ മെയിൻ ആൾക്കാരും ആയിരുന്നു കുക്കിങ്ങിനും സെർവിങ്ങിനും ഒക്കെ ആയിട്ട് ഓൾറൗണ്ടറായിട്ട് നിന്നത്. ആൻഡ് അവർക്കൊരു വലിയൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം, കാരണം നല്ല ജോലി ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ നമ്മൾ അവിടെ പോയപ്പോൾ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി, മെയിനായിട്ട് പിന്നെ കഴിക്കാൻ പറ്റി, കുഞ്ഞു കുഞ്ഞു സ്നാക്സ് കഴിക്കാൻ പറ്റി. പിന്നെ തട്ടുദോശ, ചമ്മന്തി, സാമ്പാർ, ഓംലെറ്റ്. അപ്പം അതൊക്കെ അവിടെ ചൂടോടെ അവർ ചുട്ട് കൊടുക്കുമായിരുന്നു. എനിവേയ്സ് എവറിത്തിങ് വാസ് റിയലി ഗുഡ്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മളവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് നേരെ വിട്ടത് ജിജിയമ്മാമ്മയുടെ ജോയിച്ചിൻ്റെ വീട്ടിലാണ്. കാരണം എല്ലാ സാറ്റർഡേ ഈവനിങ്സും നമ്മൾ ജിജിയമ്മാമ്മയുടെ ജോയിച്ചിൻ്റെ വീട്ടിലാണ്. ചെന്നപ്പോൾ തന്നെ ചായയും സ്നാക്സും കഴിച്ചായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചു, ചീട്ട് കളിച്ചു. പിന്നെ അവസാനം രാത്രിത്തെ ഡിന്നറും അവിടെ നിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി. പിന്നെ അവിടെ പോവുകയാണെങ്കിൽ 2-3 ദിവസത്തേക്ക് നമുക്ക് ആഹാരം തന്നു വിടലാണ് പതിവ്. ഇത്തവണ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവിടെ കുറേ വളർന്ന ഓർഗാനിക് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും തന്നു വിട്ടു. സോ ദാറ്റ്സ് ഹൗ ആർ സാറ്റർഡേ വെന്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ എവ്രിവൺ. താങ്ക് യു.